മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. പുതിയൊരു ഊർജം വിപണിക്ക് ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും വളരെ മികച്ച പ്രവർത്തന ഫലങ്ങളുമായാണ് 2013 മൂന്നാം പാദ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇൻഡസിൻഡ് ബാങ്ക് വന്നു, വളരെ മികച്ച പ്രവർത്തന ഫലം. ഒപ്പം തന്നെ അതിൻ്റെ NBA കുറയുന്നതായിട്ട് കണ്ടു. വലിയ വലിയ റേറ്റിംഗ് ഏജൻസികളും വലിയ വലിയ ബ്രോക്കിംഗ് സ്ഥാപനങ്ങളും ഇൻഡസിൻഡ് ബാങ്ക് വാങ്ങാം എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ വന്നു. ഇതിനെല്ലാം പുറമെ ഐസിംഗ് ഓൺ ദ കേക്ക് എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ഇൻഫോസിസിന്റെ വളരെ മികച്ച പ്രവർത്തന ഫലം വന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു, പക്ഷേ വളരെ മികച്ച പ്രവർത്തന ഫലമാണ്. അതിന്റെ പേരിൽ ഇൻഫോസിസ് വളരെയധികം മുന്നേറുകയും ചെയ്തു. വിപണിയെക്കുറിച്ച് പൊതുവായി സംസാരിക്കാൻ വേണ്ടി ഹെഡ്ജ് ഇക്വിറ്റി CEO N ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, തീർച്ചയായും പോയ വാരത്തിലെ സ്റ്റാർ എന്ന് പറയാവുന്നത് ഇൻഫോസിസ് തന്നെയാണ്. കഴിഞ്ഞ 7 പാദങ്ങളിൽ മോശം പ്രവർത്തന ഫലം വരികയും അതിനെ തുടർന്ന് ഇടിയുകയും ചെയ്ത ഒരു ഓഹരിയായിരുന്നു. എല്ലാവരും വലിയ രീതിയിൽ ഡിപ്രസ്ഡ് മൂഡ് പ്രതീക്ഷിച്ച് ഷോർട്ട് പൊസിഷൻ ബിൽഡ് ചെയ്തിരുന്ന ഒരു ഓഹരിയായിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച എല്ലാ ചരടുകളെയും പൊട്ടിച്ച് തകർത്ത് ആ ഓഹരിയിൽ വൻ മുന്നേറ്റമാണ് കണ്ടത്. തീർച്ചയായും ഇതൊരു റീറേറ്റിംഗ് ആണെന്ന് തന്നെ നമുക്ക് വിലയിരുത്തണം. യൂറോപ്പിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും അവിടെ നിന്ന് പോലുമുള്ള ബിസിനസ് വളരെ മികച്ചതാണെന്നാണ് ഷിബുലാൽ പറഞ്ഞത്. ഒപ്പം തിങ്കളാഴ്ച TCSന്റെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് രാജ്യത്തെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കയറ്റുമതിക്കാരാണ്. അതിന്റെ പ്രവർത്തന ഫലം വരാനിരിക്കുന്നു. മിഡ് ക്യാപ് IT ഇൻഡെക്സും വളരെ നേട്ടത്തിൽ നിന്നു. ഇതുകൊണ്ട് പൊതുവെ IT ഒപ്പം തന്നെ ആദ്യം സൂചിപ്പിച്ച ഇൻഡസിൻഡ് ബാങ്ക് അങ്ങനെ റിസൾട്ടുകളുടെ സീസൺ എല്ലാം മികച്ചതായി വരുന്നു. ഇനിയുള്ളത് വ്യാവസായിക ഉൽപ്പാദന സൂചിക ഇതിനിടെ നെഗറ്റീവ് കോൺട്രാക്ട് ചെയ്തു. അത് നമ്മൾ കാണാതിരിക്കരുത്. പക്ഷേ എങ്കിലും പൊതുവെ അതിനെ എല്ലാം മറികടക്കുന്ന പ്രകടനം നമ്മൾ വെള്ളിയാഴ്ച കണ്ടു. ഇനി വരാനിരിക്കുന്നത് RBIയുടെ പോളിസി. എങ്ങനെയാണ് ഇതെല്ലാം വിലയിരുത്തുന്നത്? ജനറലി ഈ ഇൻഫോസിസിന്റെ റിസൾട്ട് മാർക്കറ്റ് സനൽ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഗൈഡൻസും വളരെ ബെറ്ററാണ്. നോർമലി കഴിഞ്ഞ 7 ക്വാർട്ടറായിട്ടും റിസൾട്ട് മോശമാകുന്നു, അതുപോലെ ഗൈഡൻസ് മോശമാകുമ്പോൾ റിസൾട്ടിൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ വരുന്നു. എന്നാൽ നേരെ തിരിച്ചുള്ള ഒരു വളരെ നല്ലൊരു റിസൾട്ട് അനൗൺസ് ചെയ്തു. 2369 crore നെറ്റ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഫിഗർ തന്നെയാണ്. അതുപോലെ തന്നെ ഗൈഡൻസ് വളരെ ബെറ്ററായി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായി ഗ്ലോബൽ ഇക്കണോമിയിലെല്ലാം തന്നെ ഒരു ഇംപ്രൂവ്മെന്റ് അതായിരിക്കാം ചിലപ്പോൾ ഇൻഫോസിന്റെ റിസൾട്ടിലും റിഫ്ലക്ട് ചെയ്ത്. അപ്പോൾ ഒരു പോസിറ്റീവ് ഒരു മൊമെന്റം തന്നെയാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ IT സെക്ടറിലെല്ലാം തന്നെ TCS ബെറ്റർ ആയിരുന്നു. 14th TCSന്റെ റിസൾട്ട് വരുന്നു, അത് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ 14th ഇൻഫ്ലേഷൻ വരുന്നു. ആ ഇൻഫ്ലേഷൻ ഫിഗർ തീർച്ചയായിട്ടും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം വരാനിരിക്കുന്ന RBIയുടെ പോളിസി ഈ ഇൻഫ്ലേഷൻ കുറഞ്ഞു വരികയാണെങ്കിൽ റേറ്റ് കട്ട് നമ്മൾക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ദെൻ ആക്സിസ് ബാങ്കിന്റെ നെക്സ്റ്റ് വീക്ക് 15th റിസൾട്ട് വരുന്നു. ബജാജ് ഓട്ടോ, ITC പോലെ ഒട്ടനവധി കമ്പനികളുടെ റിസൾട്ട് വരാനിരിക്കുന്നു. ഇതെല്ലാം തന്നെ മാർക്കറ്റ് ഏത് ലെവലിലേക്ക് പോകണം എന്ന് തീരുമാനിക്കും. ഇൻഡസിൻഡ് ബാങ്ക്, ഇൻഫോസിസ് 2 റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ ഒരു Q3 റിസൾട്ടിൽ മാർക്കറ്റിൽ ഒരു തുടക്കം വളരെ നല്ലത് തന്നെയാണ്. നെക്സ്റ്റ് വീക്ക് മേജർ കമ്പനികളുടെ റിസൾട്ട് വരാനിരിക്കുന്നു. HDFC ബാങ്ക്, അങ്ങനെ കുറേയധികം കമ്പനികൾ. അതുപോലെ 18th ചൈനയുടെ GDP പുറത്തു വരുന്നു. അത് ഏഷ്യൻ മാർക്കറ്റിനെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഇൻഫോസിസിന്റെ റിസൾട്ട് മാർക്കറ്റിന് തീർച്ചയായിട്ടും ഒരു എനർജി പകർന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ വാരം നിരാശപ്പെടുത്തിയ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഉണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ആർഷ്യ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ലോജിസ്റ്റിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർഷ്യ ഇന്റർനാഷണൽ എന്ന കമ്പനിയിൽ വലിയ ഒരു തുടർച്ചയായി 3 ദിവസം അത് ഡൗൺ ലോക്കിലാണ് അത് വന്നത്. അത് വാങ്ങാൻ ആളില്ലാതെ വന്നു. ഓഹരി വലിയ നിലവാരത്തിൽ നിന്ന് താഴേക്ക് പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതൊരു മറ്റൊരു സത്യം കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ മേക്കിംഗ് എന്നുള്ള രീതിയിലാണ് ഇതിനെപ്പറ്റി കേട്ടത്. ഒപ്പം തന്നെ ഭൂഷൺ സ്റ്റീൽ പോലെ ഓട്ടോ ഗ്രേഡ് സ്റ്റീൽ ഉണ്ടാക്കുന്നതിൽ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയായ ഭൂഷൺ സ്റ്റീൽ, അത് ഇതിന്റെ ചെയർമാനായ അനിൽ മിത്തലിന്റെ സഹോദരിയാണ് ഭൂഷൺ സ്റ്റീലിന്റെ നീരജ് ഭൂഷൺ വിവാഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരികയും ഭൂഷൺ സ്റ്റീലിനും വലിയ ഇടിവ് കണ്ടു. ഈ 2 ഓഹരികളുമാണ് കഴിഞ്ഞ വാരം ഒരു തകർച്ച തോന്നിപ്പിച്ചത്. ഈ 2 ഓഹരികളിലും എന്ത് സ്ട്രാറ്റജി ആയിരിക്കും സ്വീകരിക്കുക? ഇത് ഒരു പലപ്പോഴും ന്യൂസ് ഡ്രിവൺ ആണ് മാർക്കറ്റ്. ഇപ്പോൾ ഒരു ഫേക്ക് കമ്പനി എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അപ്പോൾ അതിന്റെ ക്ലാരിറ്റി വരുന്ന ഭൂഷൺ സ്റ്റീൽ എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം വലിയ. ഇതിന്റെ ഒരു ന്യൂസിനെ അടിസ്ഥാനത്തിൽ മറ്റേ കമ്പനികളെ കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യണം. ഇമ്മീഡിയറ്റ് ഒരു ബൈയിങ് അഡ്വൈസബിൾ അല്ല. അതേസമയത്ത് ഭൂഷൺ സ്റ്റീൽ എനിക്കൊന്ന് ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്, മേടിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഓവറോൾ മെറ്റൽ സെക്ടറിൽ ഒരു സെല്ലിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ കറന്റ് ലെവലിൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭൂഷൺ സ്റ്റീലിലും ഈവൻ മെറ്റൽ സെക്ടറിലൊക്കെ തന്നെ ഈ ഒരു കറന്റ് ലെവൽ ഈവൻ ടാറ്റ സ്റ്റീലും മെറ്റൽ സെക്ടറൊന്നും അത്രത്തോളം പോസിറ്റീവ് അല്ല. ഭൂഷൺ സ്റ്റീലിനെ സംബന്ധിച്ച്
അത്രത്തോളം ഒരു ബാഡ് റിപ്പോർട്ടിൽ ഈ ഒരു റിലേഷൻ മാത്രമാണ് അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഭൂഷൺ സ്റ്റീൽ എനിക്ക് തോന്നുന്നു ഫണ്ടമെന്റലി സൗണ്ട് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ലാസ്റ്റ് വീക്ക് സിമെന്റ് സെക്ടറിൽ വലിയൊരു സെല്ലിംഗ് വന്നു. അതിൻ്റെ ഒരു റീസൺ ഈ ഓയിൽ മിനിസ്ട്രി ഇവരുടെ ഈ റീസ്ട്രക്ചറിങ് നടത്താൻ പോകുന്നു, ഇവർ റേറ്റിംഗ് റീസ്ട്രക്ചറിങ് നടത്താൻ പോകുന്നു എന്നുള്ളത്. അതിൻ്റെ ബൾക്ക് ബയേഴ്സിന് ഇപ്പോൾ സ്റ്റീൽ സെക്ടറൊക്കെ സിമെന്റ് സെക്ടറൊക്കെ കൂടുതലായിട്ട് ഡീസൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ചിലപ്പോൾ റേറ്റ് കൂട്ടാനുള്ളൊരു സാധ്യത, ഈ സിമെന്റ് സെക്ടറിന്റെ പ്രോഫിറ്റബിലിറ്റി കുറയാനുള്ളൊരു സാധ്യത. അതുകൊണ്ടാണ് എനിക്ക് അംബുജ സിമെന്റ് ഒക്കെ 8% എടുത്ത് കറക്റ്റ് ചെയ്തിരുന്നു. അതുപോലെ 7% എല്ലാ അതൊരു മേജർ ന്യൂസ് അതുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് മാർക്കറ്റ് വാച്ചിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്താണ്. എനിക്ക് 30% എടുത്ത് റിട്ടേൺ കൊടുത്തു. അവരുടെ റേറ്റിംഗ് ഈ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനമായ CLSA റേറ്റിംഗ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. 390ലേക്ക് 226 നിന്നും 390ലേക്ക് റേറ്റിംഗ് കൂട്ടി എന്നുള്ളത് വളരെ പോസിറ്റീവ്. അതുപോലെ തന്നെ മാരുതി 1924ലേക്ക് ഇൻക്രീസ് ചെയ്തു. ഇതെല്ലാം ആ സെക്ടറിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു. ആ സ്റ്റോക്കിലും വലിയൊരു റിഫ്ലക്ഷൻ. പക്ഷേ സിയാമിന്റെ കണക്കുകൾ പ്രകാരം അത് ഓട്ടോ ഫിഗേഴ്സ് ഈ വർഷവും 2013 മോശമായിരിക്കും എന്നുള്ള തലത്തിൽ അവരുടെ ഒരു കണക്ക് വന്നു. ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിന്റെ കണക്ക് അത് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഓട്ടോമൊബൈൽ സെയിൽസ് ഡിസംബർ മാത്രമാണ് കുറച്ച് മോശമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇക്കണോമിക് ക്രൈസിസ് മാറുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇൻഫ്ലേഷൻ കുറഞ്ഞു വരിക, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓട്ടോമൊബൈൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയണം, ഇൻഫ്ലേഷൻ കുറഞ്ഞു. അതെ, RBI ഒരു മെഷേഴ്സ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ഓട്ടോമൊബൈൽ സെക്ടറിലും റിയാലിറ്റി സെക്ടറിലൊക്കെ തന്നെ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ മാർക്കറ്റിന്റെ വലിയൊരു പ്രതീക്ഷ തന്നെ RBIയുടെ പോളിസിയിൽ തന്നെയാണ്. നമുക്ക് മഞ്ചേരിയിൽ നിന്നുള്ള പ്രസാദ് അദ്ദേഹത്തിന്റെ സംശയങ്ങൾ നോക്കാം. ഷോർട്ട് ടൈം ട്രേഡറാണ്. BHEL, ITC, ഫെഡറൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഇത്രയും ഓഹരികൾ അദ്ദേഹത്തിന് അതിന്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ അറിയാൻ താല്പര്യമുണ്ട്. ഈ സ്റ്റോക്കുകൾ BHEL ആണെങ്കിലും ITC, അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് എസ്പെഷ്യലി ഇപ്പോഴത്തെ കറണ്ട് ലെവൽ പോലും ഒരു ബൈ അഡ്വൈസബിൾ ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായി ഒരു ഡയറക്ഷൻ ഇല്ലാത്ത മൂവ്മെന്റ് ആയിരുന്നു. കാരണം ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. 6000 ലെവൽ ബ്രേക്ക് ചെയ്ത് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് ഇല്ല. എനിക്ക് തോന്നുന്നു അതും ഈ Q3 റിസൾട്ടിലായിരിക്കാം മാർക്കറ്റിന്റെ പ്രതീക്ഷ എന്ന് തോന്നുന്നു. അപ്പോൾ ഡൗൺ സൈഡ് 5880, 5900 തന്നെയാണ് ഒരു മേജർ സപ്പോർട്ട് സോൺ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ അദ്ദേഹം ഷോർട്ട് ടൈം ട്രേഡർ ആയതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്നത്. ഒരു ഷോർട്ട് ടൈം ട്രേഡറെ സംബന്ധിച്ച് ഡയറക്ഷൻ അത്രത്തോളം ക്ലാരിറ്റി ഇല്ല. കാരണം നെക്സ്റ്റ് വീക്ക് വരുന്ന ഇൻഫ്ലേഷൻ, അതുപോലെ നെക്സ്റ്റ് വീക്ക് വരുന്ന റിസൾട്ട്, മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ നമുക്ക് ലഭിക്കും. അതിനുശേഷം ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ BHEL ഒരു സേഫ് എൻട്രി എന്ന് പറയുന്നത് 224 ആണ്. 210 നെക്സ്റ്റ് സപ്പോർട്ട് ലെവലാണ്. പക്ഷേ അതൊരു ലെവലിലേക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. 250 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ITC നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരുന്നു. റിസൾട്ടിനനുസരിച്ചുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അതുപോലെ ബഡ്ജറ്റ് വരുന്നു. ബഡ്ജറ്റിനൊക്കെ ITC ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ITC 267, 258 ഈ ലെവൽ വരുമ്പോൾ മാത്രം ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ ITC ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. ഇദ്ദേഹം ഒരു ഷോർട്ട് ടൈം ട്രേഡർ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ITC സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയായിരിക്കും നല്ലത്. ഇതൊരു 298 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അങ്ങനെ ഒരു ലെവൽ വരികയാണെങ്കിൽ അതൊരു ഷോർട്ട് ടൈം എക്സിറ്റ് പോയിന്റ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ ഫെഡറൽ ബാങ്ക് ആണ്. ഫെഡറൽ ബാങ്കും വാല്യുവേഷൻ കുറച്ചൊരു 500+ ഇപ്പോൾ വാല്യുവേഷൻ. ഒരു സേഫർ എൻട്രി 493, 475 ലെവൽ തന്നെ ആയിരിക്കും. പിന്നെ ഇതൊരു റിസൾട്ട് സീസൺ ആണ്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഉപരി ന്യൂസ് ഡ്രിവൺ ആയിരിക്കും. റിസൾട്ടിനനുസരിച്ച് നമ്മൾക്ക് സ്റ്റോക്കിൽ മൂവ്മെന്റ് ഈ ഒരു മാസം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഫെഡറൽ ബാങ്ക് 475 ലെവലാണ് സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത്. 551 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ യൂണിയൻ ബാങ്ക് ആണ്. യൂണിയൻ ബാങ്ക് 250 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലാണ്. 250 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അഗൈൻ 235 ലെവലിലേക്ക് വരാം. പക്ഷേ ഈ രണ്ട് ലെവൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ അഡ്വൈസബിൾ ആണ്. 290 ആണ് യൂണിയൻ ബാങ്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിന്റെ സ്റ്റോക്ക് സെലക്ഷൻ എല്ലാം ഫ്രണ്ട് റൺ സ്റ്റോക്കാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. പക്ഷേ മാർക്കറ്റിന് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ലഭിച്ചിട്ടില്ല. മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വരുന്ന റിസൾട്ടുകൾ മാർക്കറ്റിന്റെ ഡയറക്ഷനിൽ ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കും. അതിനുശേഷം ഇപ്പോൾ ഒരു 5900ലേക്ക് നിഫ്റ്റി വരികയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു എൻട്രി അഡ്വൈസബിൾ ആണ്. അതേസമയം
മാർക്കറ്റിൽ ഇപ്പോൾ ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നൊരു സാഹചര്യം വരുന്ന നെക്സ്റ്റ് വീക്ക് വരുന്ന റിസൾട്ട് നല്ലതാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് നേരത്തെ പറഞ്ഞ് 6100 150 മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊരു സെല്ലിംഗ് പോയിന്റ് തന്നെയാണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ രീതിയിൽ കറണ്ട് ലെവലിൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ റിസൾട്ട് വന്ന് ഇപ്പോൾ ITCയിലൊക്കെ റിസൾട്ട് വരികയാണ്. അപ്പോൾ റിസൾട്ടിൽ ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ബാങ്കുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ആണെങ്കിലും യൂണിയൻ ബാങ്ക് ആണെങ്കിലും ഇൻഡസ്ഇൻഡ് ബാങ്ക് തെളിച്ചു തന്ന പാത, പ്രത്യേകിച്ചും സ്വകാര്യ മേഖലയിലെ ബാങ്കുകളെ സംബന്ധിച്ച് യൂണിയൻ ബാങ്ക് ഒഴിവാക്കിയാൽ ഫെഡറൽ ബാങ്കിനെ പോലെയുള്ള ബാങ്കുകളെ പരിഗണിച്ചാൽ യെസ് ബാങ്ക്, മറ്റ് ചില ബാങ്കുകളുണ്ടല്ലോ, ഇവയെല്ലാം പരിഗണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നിഷ്ക്രിയാസ്തി വലിയ രീതിയിൽ കുറയ്ക്കാൻ അവർ ബോധപൂർവമായൊരു ശ്രമം നടത്തിയതായിട്ട് കാണാം. പ്രത്യേകിച്ചും ഇനി റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പിന്തുണ കൂടി കിട്ടിയാൽ ഒരുപക്ഷെ ഈ ബാങ്കുകളെല്ലാം വീണ്ടും ഒരു റീറേറ്റിംഗിന് വിധേയമാകും, പ്രത്യേകിച്ചും സ്വകാര്യ മേഖലയിലെ ബാങ്കുകൾ അല്ലേ. അങ്ങനെ വേറൊരു കാര്യം കൂടിയുണ്ട് സനൽ, ഇതിന്റെ വാല്യുവേഷൻ ഇപ്പോൾ കുറച്ചൊരു ഹയർ വാല്യൂലാണ്. കാരണം ഇതൊക്കെ ഓൾമോസ്റ്റ് ഡിസ്കൗണ്ട് ചെയ്ത ട്രേഡിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് എടുത്താലും യെസ് ബാങ്ക് എടുത്താലും ഇപ്പോഴത്തെ ഒരു കറന്റ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഫെഡറൽ ബാങ്ക് എടുത്താലും കുറച്ചൊരു ഹയർ ലെവലിലാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ ന്യൂസൊക്കെ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഇപ്പോൾ വളരെ നല്ല റിസൾട്ട്, ഇപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് തന്നെ നല്ല റിസൾട്ട് വന്നിട്ട് 1% മാത്രമേ ബെറ്റർ ആയിട്ടുള്ളൂ. അതിൻ്റെ റീസൺ നല്ലൊരു റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചു, ആ പ്രതീക്ഷ നിലനിർത്തി. അതുകൊണ്ട് തന്നെ ഫർദർ അത് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ വാല്യുവേഷൻ അത്രത്തോളം ഫെയർ അല്ല പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ. ഒരു കോഷ്യസ് അപ്രോച്ചാണ്. അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ ഒരു വാല്യുവേഷൻ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, വാല്യുവേഷൻ. അപ്പോൾ ഫെയർ വാല്യൂയിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നാൽ ഷോർട്ട് ടൈം ട്രേഡറെ സംബന്ധിച്ച്. അപ്പോൾ റിസർവ് ബാങ്കിന്റെ പോളിസി പ്രതീക്ഷിച്ച ഇതിൽ വലിയൊരു പൊസിഷൻ ബിൽഡപ്പ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. MB രാധ അവരുടെ സംശയം പരിശോധിക്കാം. ഓർക്കിഡ് കെമിക്കൽസ് 200 എണ്ണം 110 രൂപ ലെവലിൽ വാങ്ങിയിട്ടുണ്ട്. എഡ്യൂകോംബ് സൊല്യൂഷൻസ് 155 രൂപ നിലവാരത്തിൽ 119 എണ്ണം വാങ്ങിയിരിക്കുന്നു. വോൾട്ടാസ് 200 എണ്ണം 103 രൂപ നിലവാരത്തിൽ വാങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ ഫണ്ടമെന്റൽ ഘടകങ്ങൾ ശക്തമാണോ, ഒപ്പം തന്നെ ഇതിൻ്റെ പുതിയ എൻട്രി ലെവലുകളും ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഓർക്കിഡ് കെമിക്കൽ റീസെൻ്റ് ആയിട്ട് വളരെ ഷാർപ്പായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് സ്റ്റോക്കിലുണ്ടായിരുന്നു. ഒരു ഓപ്പറേറ്റർ ഡ്രിവൺ ആയിരുന്നു റീസെൻ്റ് ആയിട്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തു. ഫണ്ടമെൻ്റലി സൗണ്ടാണ്. 96 and 87 അതായിരിക്കും ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലായിട്ട് ഇവർ മാഡത്തിന് കൺസിഡർ ചെയ്യാവുന്നത്. 119 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായി വളരെ ഷാർപ്പായിട്ടുള്ള മൂവ്മെൻറ്റ് സ്റ്റോക്കിലുണ്ടായിരുന്നു. ദെൻ എഡ്യൂകോംബാണ്. എഡ്യൂകോംബിനെ സംബന്ധിച്ച് ഡെപ്റ്റ് വളരെയധികം കൂടുതലാണ്. അതാണ് ഈ കമ്പനിയെ സംബന്ധിച്ചൊരു ബേർഡൻ എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് കൂടി നിൽക്കുകയാണ്. വളരെയധികം ടേക്ക് ഓവറുകൾ നടത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ അവരൊരു റീസ്ട്രക്ചറിങ് നടത്താൻ പോകുന്നു. ചെറിയൊരു സെല്ലിംഗ് സബ്സിഡറി കമ്പനിയൊക്കെ സെല്ലിംഗ് നടത്തി ഒരു റീസ്ട്രക്ചറിങ് നടത്തുകയാണെങ്കിൽ ഇപ്പോഴത്തെ വാല്യുവേഷനിൽ നിന്നൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം FISന്റെ ഒരു അട്രാക്റ്റീവ് സ്റ്റോക്കായിരുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 137 130 ലെവൽ വരുമ്പോഴായിരിക്കും ഒരു സേഫ് എൻട്രി. അപ്പോൾ ഈ ഒരു റീസ്ട്രക്ചറിങ് നടക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു ഷാർപ്പായുള്ള മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഡൗൺ സൈഡ് റിസ്ക് അത്രത്തോളം ഇല്ല ഈ സ്റ്റോക്കിൽ. ഇപ്പോഴത്തെ വാല്യുവേഷനും ഒരു ഫെയർ വാല്യൂവിൽ തന്നെയാണ് ട്രേഡിംഗ് നടക്കുന്നത്. 160 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. വോൾട്ടാസ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ ആണ്. 101.95 ഈ ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. 116 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ ഓർക്കിഡൊക്കെ തന്നെ ഒരു ഓപ്പറേറ്റർ ഡ്രിവൺ ആണ്. കുറച്ച് നാളുകളായിട്ട് ആ സ്റ്റോക്കിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു കറക്ഷൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു എൻട്രി അഡ്വൈസബിൾ ആണ്. അതുപോലെ എഡ്യൂകോംബിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ഡെറ്റ് വളരെയധികം കൂടി നിൽക്കുന്നതാണ് ഇതൊരു കൺസേൺ. അപ്പോൾ അതിനൊരു റീസ്ട്രക്ചറിങ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മൂവ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ വോൾട്ടാസ് ഇൻവെസ്റ്റ്മെന്റ് കറന്റ് ലെവൽ അഡ്വൈസബിൾ ആണ്. 3 സ്റ്റോക്കുകളും ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് 2013 പ്രത്യേകിച്ചും നിക്ഷേപകർ പരിഗണിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് പറയാം ഒരു മിക്സ് ആയിരിക്കണം, എല്ലാ രീതിയിലുള്ള ഓഹരികളും വേണം എന്നൊക്കെ പറയാം. എങ്കിലും പൊതുവെ നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് ബ്ലൂ ചിപ്സ് ആയിട്ടുള്ള റിലയൻസ് അല്ലെങ്കിൽ SBI, ഇൻഫോസിസ്, ടൈറ്റൻ തുടങ്ങിയ ലാർജ് ക്യാപ്പ് ഓഹരികളിൽ നിക്ഷേപിക്കുന്നതാണോ ബുദ്ധി, അതോ വളർച്ചാ സാധ്യതയുള്ള മിഡ് ക്യാപ്പിൽ പോകുന്നതാണോ നല്ലത്? ഇപ്പോൾ ഒരു നിക്ഷേപകനെ സംബന്ധിച്ച് തീർച്ചയായും ഭുവനേന്ദ്രൻ പറയാൻ പോകുന്ന കാര്യം ഇതിന്റെ ഒരു മിക്സ്ചർ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് പൊതുവെ ഈ 2 സെക്ടറുകളിൽ ഇനി അങ്ങോട്ട് ഈ വർഷം നേട്ടമുണ്ടാക്കാൻ സാധ്യത കൂടുതലുള്ളത് ഏതായിരിക്കും? ഇതിൽ നിഫ്റ്റി ഇപ്പം നമ്മൾക്കറിയാം
വളരെയധികം ഷാർപ്പായുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ടായി. അതേസമയത്ത് ഈ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ആ രീതിയിലൊരു റാലി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പോസിബിലിറ്റി ഇങ്ങനെയുള്ള സ്റ്റോക്കിൽ തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. റിട്ടേൺ എന്ന് പറയുന്ന മൾട്ടി ഫോൾഡ് റിട്ടേൺ സാധ്യത കുറവ് കൂടുതൽ ഈ മിഡ് ക്യാപ്പിൽ തന്നെയായിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ അങ്ങനെയുള്ള സ്റ്റോക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെ നോർമൽ ഒരു പബ്ലിക്കിനെ സംബന്ധിച്ച് ഇവർക്ക് നല്ല സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുമ്പോൾ അതിനൊരു കോൺഫിഡൻസ് കൂടുതലുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്കോ, ടാറ്റ മോട്ടോഴ്സോ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ സ്റ്റോക്ക് താഴെ പോയാലും മെൻ്റലി അവർക്കറിയാം തിരിച്ചു വരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ഈ മിഡ് ക്യാപ്പിലേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് പോലെ തന്നെ ഇതിൻ്റെ ലോസിനും ചാൻസസ് വളരെ കൂടുതൽ. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ വളരെ നല്ല 6000 ലെവലിൽ നിഫ്റ്റി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾക്കറിയാം 2-3 മാസം മുമ്പ് 5200 ലെവലിൽ നിൽക്കുമ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ വീണ്ടും വളരെയധികം നഷ്ടം. ഇപ്പോൾ കഴിഞ്ഞ 2009 നിന്നും ഇന്ന് നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പല സ്റ്റോക്കുകളും ഇപ്പോൾ DLF എടുത്താലും ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് ഒക്കെ എടുത്താലും 250, 260 നിന്ന് 70 വരികയാണ്. അപ്പോൾ അതിൻ്റെ ലോസ് എന്ന് പറയുന്നത് വലിയൊരു ഹ്യൂജ് ലോസിലേക്ക് വരും. റിക്കവറി എന്ന് പറയുന്നത് വളരെ സ്ലോ റിക്കവറി ആയിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും വളരെയധികം ഫ്യൂച്ചർ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതിൽ നന്നായി പെർഫോം ചെയ്യുന്ന കമ്പനികളിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിളാണ്. ലാർജ് ക്യാപ്പ് ഓഹരികൾ ഏതാണെന്ന് നമുക്ക് വ്യക്തമായും ധാരണയുണ്ട്. മിഡ് ക്യാപ്പ്, യഥാർത്ഥ മിഡ് ക്യാപ്പ് ഏതാണ്, അല്ലെങ്കിൽ വൻ വളർച്ചാ സാധ്യതയുള്ള മിഡ് ക്യാപ്പ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് തന്നെ ഭയങ്കരധികം ഫ്ലക്ച്വേഷൻസ്. ഒരു ക്വാർട്ടർ ബെറ്റർ ആണെങ്കിൽ അടുത്ത ക്വാർട്ടർ വളരെ മോശമായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ് ഈ സ്റ്റോക്കിലില്ല, ഇതിന്റെ റിസൾട്ടിലുമില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റിപ്പോൾ ഇൻഫോസിസ് എടുത്താലും അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും കാനറ ബാങ്ക് എടുത്താലും ഓരോ ക്വാർട്ടറും ബെറ്റർ റിസൾട്ട് അനൗൺസ് ചെയ്ത് വരുന്നുണ്ട്. വലിയൊരു ഹ്യൂജ് ലോസ് വരുന്നില്ല. അപ്പോൾ നമുക്ക് മിഡ് ക്യാപ്പ് സെഗ്മെന്റിൽ തീർച്ചയായിട്ടും L&T ഫിനാൻസ് നമ്മുടെ മാർക്കറ്റ് വാച്ചിൽ പലപ്പോഴും പറയുന്ന ഒരു ഓഹരി, അതൊരു ഉറച്ച ഒരു മിഡ് ക്യാപ്പായിട്ട് കണ്ടുകൂടെ? ഉറച്ച മിഡ് ക്യാപ്പാണ്. പക്ഷെ വാല്യൂഷൻ ഞാൻ പറഞ്ഞില്ല അത്ര ഒരു അട്രാക്റ്റീവ് വാല്യൂഷൻ 90യുടെ അടുത്ത് നിൽക്കുകയാണ്. അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഷോർട്ട് ടൈം വ്യൂ ആണെങ്കിൽ, ഇപ്പോൾ ലോങ് ടൈം വ്യൂ ആണെങ്കിൽ ഒരു മൾട്ടി ബാഗർ തന്നെയാണ്. നമ്മൾ 50 ലെവൽ 40 to 50 ലെവലിൽ അഡ്വൈസ് കൊടുത്താണ്. സെയിം ഒരു സ്ട്രോങ് അഡ്വൈസ് 90 വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഓൾമോസ്റ്റ് 100% റിട്ടേൺ കൊടുത്തു. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി L&T ഫിനാൻസ് അഡ്വൈസബിൾ അല്ല. അപ്പോൾ ലോങ് ടൈം വ്യൂവിൽ തീർച്ചയായിട്ടും L&T ഫിനാൻസ് സേഫ് ആയിട്ടുള്ളൊരു ബെറ്റ് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. തിരികെ ഇൻഫോസിസിന്റെ കാര്യം നോക്കുമ്പോൾ വെള്ളിയാഴ്ച ഇൻഫോസിസിന്റെ ദിവസമായിരുന്നു. നിക്ഷേപകരെ സംബന്ധിച്ച് ധാരാളം പേർ കേരളത്തിൽ നിന്നും ഇൻഫോസിസ് ഹോൾഡ് ചെയ്യുന്നവരുണ്ട്, വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ IT-യിൽ ഒരു റീറേറ്റിംഗ് വന്ന സ്ഥിതിക്ക് ഇപ്പോഴത്തെ ഈ ലെവലിൽ വാങ്ങണോ അതോ ഒരു കറക്ഷന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യണോ? ഇവിടെ നമ്മൾ കഴിഞ്ഞ 7 ക്വാർട്ടർ സനൽ നേരത്തെ പറഞ്ഞു റിസൾട്ട് മോശമായി. ആ റിസൾട്ട് മോശമായതിന് ഗൈഡൻസ് മോശമാകുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുന്നു. ഇപ്പോൾ 2200, 2300 നമ്മൾ തന്നെ പലപ്പോഴും സേഫായിട്ടുള്ള എൻട്രി ആണെന്ന് പറയാറുണ്ട്. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് അത് മേടിക്കാൻ മടി കാണി, കാരണം റിസൾട്ട് മോശമാണെന്ന് പറഞ്ഞ്. ഇവിടെ നല്ല റിസൾട്ട് വന്നു, വീണ്ടും ഒരു റീറേറ്റിംഗ് വരാം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ FISന്റെ ഒരു ഫ്ലോ ചിലപ്പോൾ ഇൻഫോസിലേക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ലാസ്റ്റ് ഇയർ ഏറ്റവും മോശം പെർഫോമൻസ് വന്നത് IT സെക്ടറിലാണ്. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് ചിലപ്പോൾ TCSന്റെ റിസൾട്ടൊക്കെ ബെറ്റർ ആകുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സപ്പോർട്ട് ഈ സെക്ടറിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫോസിസ്, TCS ഒക്കെ തന്നെ ഈ ഒരു വർഷം പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ലാസ്റ്റ് 5-6 ക്വാർട്ടറായിട്ട് മോശം റിസൾട്ട് വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ചാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ അനലിസ്റ്റുകളൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഒരു റിസൾട്ട് കൊണ്ട് എല്ലാം മാറി മറിയുകയാണ്. പക്ഷേ എനിക്ക് ഇമ്മീഡിയറ്റ് ഒരു ചാടിയൊരു ഡിസിഷൻ എടുക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ റിസൾട്ട് നന്നായി സ്റ്റഡി ചെയ്തതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ അടുത്ത ആഴ്ച തിങ്കളാഴ്ച പ്രത്യേകിച്ചും TCSന്റെ റിസൾട്ട് വരും, വിപ്രോ വരും. അപ്പോൾ IT പൊതുവെ പ്രശ്നങ്ങൾ മാറിയേക്കും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. റിലയൻസ് എങ്ങോട്ടാണ്? റിലയൻസ് ബെറ്റർ റിസൾട്ട് വരാൻ തന്നെയാണ് സാധ്യത ഇപ്പോഴത്തെ രീതി. റിലയൻസിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് വാല്യുവേഷനാണ്. ഈ മാർക്കറ്റ് ഇത്രയധികം ഹയർ ലെവലിലേക്ക് വന്നിട്ടും റിലയൻസിൽ ആ രീതിയിലൊരു മൂവ്മെന്റ് വന്നിട്ടില്ല. അപ്പോൾ വാല്യുവേഷൻ വളരെ ഫെയർ ആണെന്നുള്ളതാണ് റിലയൻസിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ തന്നെ ഒരു ഷാർപ്പായിട്ടുള്ള കറക്ഷനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് റിലയൻസിൽ ഇൻഫോസിസിലെ പോലെ ഒരു വലിയൊരു ജമ്പ് നമുക്ക് പ്രതീക്ഷിക്കാമോ റിസൾട്ടിന് ശേഷമോ, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള പുതിയ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ? അല്ല, അത് റിസൾട്ട് ബെറ്റർ ആണെങ്കിൽ വലിയൊരു ജമ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വരാനിരിക്കുന്ന റിസൾട്ട് എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കില്ലല്ലോ, അതാണ്.
തിരുവനന്തപുരത്തു നിന്നുള്ള ഹരിപ്രസാദിൻ്റെ കത്ത് നോക്കാം. അദ്ദേഹം SIP നിക്ഷേപത്തിൽ താല്പര്യപ്പെടുന്ന ആളാണ്. അപ്പോളോ ടയേഴ്സ്, പെട്രോനെറ്റ് LNG, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അശോക് ലേലാൻഡ്, ഈ 4 ഓഹരികൾ അദ്ദേഹത്തിനുണ്ട്. ഈ 4 ഓഹരികൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റിന് അഡ്വൈസബിൾ ആണ്. അപ്പോളോ ടയേഴ്സ് ഇപ്പോഴത്തെ ഒരു SIP ഇൻവെസ്റ്റ്മെന്റ് ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും അഡ്വൈസബിൾ ആണ്. അദ്ദേഹത്തിന്റെ സെലക്ഷൻ വളരെ നല്ലതാണ്. ഇതിൽ അപ്പോളോ ടയേഴ്സ് ഇപ്പോഴത്തെ കറന്റ് ലെവൽ പോലെ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. അതുപോലെ പെട്രോനെറ്റ് LNG ഫണ്ടമെന്റലി സൗണ്ട് ആണ്, സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആൻഡ് അശോക് ലേലാൻഡ്. അശോക് ലേലാൻഡ് ഓട്ടോമൊബൈൽ സെക്ടറിലെ ഫെയർ വാല്യൂവിൽ നിൽക്കുന്ന ഒരു ഓട്ടോമൊബൈൽ സ്റ്റോക്കാണ്. അശോക് ലേലാൻഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അതുപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് റിസൾട്ട് വരുന്നു, വളരെ നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് സ്റ്റോക്കിൽ ഒരു അപ്മൂവ് നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിലും പ്രതീക്ഷിക്കാം. ഓവറോൾ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. SIP ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായും സ്റ്റോക്കിൽ അഡ്വൈസബിൾ ആണ്. അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് കാര്യങ്ങൾ നെക്സ്റ്റ് വീക്ക് 14th റിസൾട്ട് വരുന്നു, TCSന്റെ റിസൾട്ട്, അതുപോലെ ഇൻഫ്ലേഷൻ. ഈ 2 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 18th ചൈനയുടെ GDP, അതുപോലെ ആക്സിസ് ബാങ്ക്, ITC, ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോഴ്സ് പോലെ ഉള്ള ഒട്ടനവധി കമ്പനികളുടെ റിസൾട്ട് വരുന്നു. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 14th ഇൻഫ്ലേഷൻ മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ കൃത്യമായി ലഭിക്കും. ഓവറോൾ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിൽ തന്നെയാണ്. 5900 ഒന്ന് വാച്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. വളരെ നല്ലൊരു തുടക്കം നമുക്ക് 2 റിസൾട്ടിൽ ലഭിച്ചു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നെക്സ്റ്റ് വീക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നല്ല റിസൾട്ടും RBI മാർക്കറ്റ് പ്രതീക്ഷിക്കത്ത് ഉയരുകയും ചെയ്താൽ വീണ്ടും ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് വീണ്ടും ഹയർ ലെവലിലേക്ക് പോകാം. നന്ദി ഭുവനേന്ദ്രൻ. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷന്റെ പാതയിൽ തന്നെ നിൽക്കുന്നു. പ്രത്യേകിച്ചും ഇൻഫോസിസിന്റെ ഫലം ഇതിൽ വളരെ വളരെ നിർണായകമാണ്. ഏറെ താഴേക്ക് പോയിരുന്ന ഒരു ഓഹരി, പല അനലിസ്റ്റുകളും രാജ്യാന്തര അനലിസ്റ്റുകളും എഴുതിത്തള്ളിയ ഒരു ഓഹരി ഇത് ശക്തമായി തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ഡോളറിലും രൂപയിലും വളരെ മികച്ച ഗൈഡൻസ് ആണ്, വളർച്ചാ പ്രതീക്ഷയാണ് SD ഷിബുലാൽ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ IT മേഖലയ്ക്ക് മൊത്തത്തിൽ മറ്റ് IT കമ്പനികൾ, വിപ്രോ, TCS, ഹെക്സാവെയർ അല്ലെങ്കിൽ മറ്റ് ചെറുകിട മിഡിൽ ലൈനിലുള്ള IT കമ്പനികൾ ഇവയ്ക്കെല്ലാം തന്നെ പൊതുവെ തരക്കേടില്ലാത്ത ഒരു സമയം വീണ്ടും വരികയാണ് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ IT മേഖലയിലെ റീറേറ്റിംഗ് ഇന്ത്യൻ വിപണികളെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് സഹായകരമായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും വരാനിരിക്കുന്ന പ്രവർത്തന ഫലങ്ങൾ, ഒപ്പം 29-ന് എല്ലാവരും കാത്തിരിക്കുന്ന റിസർവ് ബാങ്കിന്റെ പോളിസി തുടങ്ങിയവയിലാണ്. എന്തുതന്നെയായാലും വലിയൊരു ഡൗൺ സൈഡ് ഇവിടെ നിന്നും സാധാരണഗതിയിൽ നോർമലായ കറക്ഷൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. അതല്ലാതെ വലിയൊരു തകർച്ചയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നിക്ഷേപ അവസരങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അത്തരം ഓരോ കറക്ഷനുകളും അവസരമാക്കുക. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.